സ്വാമി വിവേകാനന്ദന്റെ വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിന് ഇന്ന് 131 വാർഷികം. 1893 സെപ്റ്റംബർ 11 ലോകമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് സ്വാമി വിവേകാനന്ദൻ സദസ്സിനെ കോരിത്തരിപ്പിച്ചത്. അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്നുള്ള ഒറ്റ വാചകം കൊണ്ട് ആഗോള സമൂഹത്തെ ആ 30കാരൻ തന്നിലേക്ക് സന്നിവേശിപ്പിച്ചു. Sisters and brothers of America, മിനിറ്റുകൾ നീണ്ടുനിന്ന കരഘോഷത്തോടെ ഷിക്കാഗോ അന്നേ വരെ ശ്രവിക്കാത്ത മഹത് പ്രഭാഷണമായിരുന്നു അത്. സ്വാമി വിവേകാനന്ദനിലൂടെ ലോകം ചെവിക്കൊണ്ടത് ഭാരതത്തിൻ്റെ മഹത് സന്ദേശങ്ങൾ തന്നെ. സമ്മേളനത്തിൻ്റെ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ 5 തവണയാണ് സംസാരിക്കാൻ സ്വാമിജിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. വിവേകാനന്ദൻ മതങ്ങളുടെ പാർലമെന്റിലെ ഏറ്റവും വലിയ മനുഷ്യനെന്നാണ് ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ പിറ്റേന്ന് രാവിലെ പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ഹെറാൾഡ് വിശേഷിപ്പിച്ചത്. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഊഷ്മളവും ഹൃദ്യവുമായ സ്വീകരണത്തിൽ എൻ്റെ ഹൃദയം അളവറ്റ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നത്രേ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാ മതങ്ങളുടെയും മാതാവിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ ജാതികളിലും വിഭാഗങ്ങളിലും പെട്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. 468 വാക്കുകളിൽ ഒതുങ്ങിയ ആ മഹാപ്രഭാഷണം അങ്ങനെ എത്രയോ വാക്കുകളാൽ ധന്യം. സഹിഷ്ണുതയും സാർവത്രിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച ഒരു മതത്തിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഓരോ ഭാരതീയനും അഭിമാന നിമിഷങ്ങളിൽ ആറാടി. ഞങ്ങൾ സാർവത്രിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല, എല്ലാ മതങ്ങളെയും സത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ എല്ലാ മതങ്ങളിലെയും രാഷ്ട്രങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഈ രാജ്യത്തെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഇതുകൂടി പ്രഘോഷിച്ചതിലൂടെ ഭാരതം എന്തെന്ന് ലോകം തിരിച്ചറിയുകയായിരുന്നു. വർഗീയതയും മതാന്ധതയും അതിൻ്റെ ഭീകരമായ പിൻഗാമികളുടെ മതപരമായ പിടിവാശിയും ഈ മനോഹരമായ ഭൂമിയെ വളരെക്കാലമായി അതിൻ്റെ പിടിയിൽ പിടിച്ചിരിക്കുന്നു. അവർ ഈ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചു. ഈ ഭൂമി പലതവണ രക്തത്താൽ ചുവന്നു. എത്ര നാഗരികതകൾ നശിപ്പിക്കപ്പെട്ടു, എത്ര രാജ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് ആർക്കറിയാം. ഈ രാക്ഷസന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചമായേനെ. പക്ഷേ അവരുടെ കാലം ഇപ്പോൾ അവസാനിച്ചു. ഈ സമ്മേളനത്തിൻ്റെ കാഹളം എല്ലാത്തരം മതാന്ധതയും പിടിവാശിയും കഷ്ടപ്പാടുകളും വിനാശകരമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും സ്വാമിജി പറഞ്ഞു വെച്ചു. ലോകമതങ്ങളുടെ പാർലമെന്റിൽ യഹൂദമതം, ഇസ്ലാം മതം, ബുദ്ധമതം, പാഴ്സി, കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റ് തുടങ്ങിയവ ഉൾപ്പെട്ട ലോകമെമ്പാടുമുള്ള പ്രധാന മതങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അവിടെയായിരുന്നു കാഷായ വേഷവും കാഷായ തലപ്പാവും അണിഞ്ഞ 30കാരനായ ഹൈന്ദവ സന്യാസിയുടെ പ്രചണ്ഡമായ പ്രഭാഷണ ചാരുത പ്രോജ്വലിച്ചത്. ഭാരതീയ വേദങ്ങളെന്നാൽ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ആളുകൾ കണ്ടുപിടിച്ച ആത്മീയ സത്യങ്ങളുടെ സഞ്ചിത കോർപ്പസ് എന്നാണ് വിവേകാനന്ദൻ വ്യാഖ്യാനിച്ചത്. വിശുദ്ധനും ശുദ്ധനുമായ മനുഷ്യൻ ഈ ജീവിതത്തിൽ ദൈവമെന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റം കാട്ടിയ ഋഷിപണ്ഡിതനായ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രസംഗത്തിൻ്റെ ഓർമ്മകളിൽ ഓരോ തവണയും നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിയോടെ അനശ്വര സാന്നിധ്യമേകുന്നു. വിവേകാനന്ദ സ്മരണകൾക്ക് മുമ്പിൽ ജനൻ ടിവിയുടെയും ശതകോടി പ്രണാമം. according to his own law of growth, if the parliament of religions has shown anything to the world, it is this. It has proved to the world that holiness, purity and charity are not the exclusive possessions of any church in the world, and that every system has produced men and women of the most exalted character. ന്യൂസ് ഡെസ്ക് ജനം.